തൊപ്പി മിസ്സസ് തൊപ്പി ഇന്ന് ഇവർക്ക് രണ്ടാക്കും ലീവാണ്. ഇന്ന് എന്താ ലീവ് റിസക്ക്? മൺഡേ ഉണ്ട്, സൺഡേ ലീവാണ്. നാളെ മൺഡേ, അപ്പൊ നാളെ ഇല്ലേ? സൺഡേ ഇല്ല, മൺഡേ ഉണ്ട്. സൺഡേ ഈസ് ഹോളിഡേ. ഞാൻ ടീച്ചർ വീഡിയോ ഒറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ടീച്ചറോട് ചോദിച്ചു നോക്കട്ടെ. മൺഡേ ഇല്ല പറഞ്ഞോ ടീച്ചർ? സത്യം പറയും. പ്രോമിസാ? ഇന്ന് അബ്ബക്കും മോൾക്കും ലീവാ. അപ്പൊ ഇന്ന് ഫുള്ള് ഇവിടെ കലവിലായിരിക്കും. ഇനി ഉമ്മ ഇവിടെ ഉമ്മ ഉണ്ടാവും. ഉമ്മ അങ്ങനെ നടക്കും, കണ്ടം ചുറ്റി നടക്കും. കണ്ടോളൂ, ഇത് ഉപ്പേരിക്കുള്ള ഇല പറിക്കാൻ തോന്നുന്നു. കണ്ടോ, കാട്ടിലുള്ള എല്ലാ ഇലകളും പറിക്കും, എന്നിട്ട് ഉപ്പേരിയും വെക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നല്ലൊരു മഴ പെയ്ത് ചോറ്. അമ്മ എന്താ പറിക്കണേ? എന്ത്? തൂവന്റെ ഉപ്പേരി വെക്കാനാ? ആ, ഉപ്പേരിന്റെ ആണ്. ഷുഗറാ? ഷുഗർ ചീര എന്താന്ന് പറഞ്ഞു. അപ്പതാ കഴിഞ്ഞാന്നോ അങ്ങോട്ട് തിരിയതാലല്ല കഴിഞ്ഞ. അപ്പതാ ഇതൊക്കെ റിസ ഇതൊക്കെ റിസ പല്ല് തേച്ചിക്കോ? എന്നാ എല്ലാരോടും ഞാൻ പറയട്ടെ, ഇവളില്ലേ പല്ല് ഉറങ്ങി നീച്ചിട്ട് പല്ല് തേക്കാതാണ് ഇവള് കളിക്കണത് കേട്ടോ. ബാഡ് ഗേൾ ആണ്. ആ അങ്ങനെ ഓക്കേ. ഇപ്പതാ രാവിലെ സമയം എത്രയായി? സമയം 8:30 ആയിരിക്കുന്നു. ഉമ്മന് ട്രോളാണ്. ഇങ്ങനെ രാവിലെ ആവുമ്പോ കണ്ടത്തില് നടക്കും. നിങ്ങളെങ്ങോട്ടാ? ഇതിലൂടെ പോണ്ട്, എങ്ങോട്ടാണാവോ? പോ. ഇത് എവിടുന്നോ വന്നൊരു പൂച്ച. എവിടുന്നോ അല്ല, ഇവിടെ ഉള്ള പണ്ടത്തെ കുട്ടീനെ ഇപ്പൊ തന്നെ ഉള്ളു. അകത്തൊന്നാണ് ഗേറ്റാ കേട്ടത്. ഇപ്പൊ വാതിൽ തന്നെ പോകുന്നത്. നമ്മൾ ചായ കുടിക്കാൻ പോവാണേ. ഇതാണ് പത്തിരി, നൈസ് പത്തിരി അല്ല, കട്ടിപ്പത്തിരി അല്ല, അങ്ങനത്തെ രീതിയിൽ. ഇതൊന്നും ഇവിടെ ഇതാണ്. പിന്നെ ചായ കാച്ചാൻ പാലെടുത്ത് വെച്ചിട്ട് ചായ കാച്ചണം. അപ്പയും മോളും പല്ലേക്കാൻ വേണ്ടി പോയിക്കും. പല്ലേച്ചിക്കോ? നോക്കട്ടെ, വേഗം ബ്രഷ് ചെയ്യും. നോക്കട്ടെ ഉമ്മി ബ്രഷ് ചെയ്യുന്നുണ്ടാവും. ഗുഡ് ഗേൾ ആണല്ലേ റിസ? നല്ല മഴ പെയ്തങ്ങ് ചോർന്നിട്ടോളൂ. ഒന്ന് വേഗം വന്നോടി, വിശക്കണ്. വാ, തുപ്പണോ? വെള്ളം എടുക്കാൻ പോയതാ. അപ്പം ഞാനിതാ റൂമൊക്കെ വൃത്തിയാക്കാണ്, അടിച്ചേരിട്ട്. അപ്പം എന്താ ഇനി ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കണം. നമ്മൾ ശരിക്കും കൊട്ട 2 എണ്ണം റിസൻ്റെ കൊട്ട. ഒന്ന് നഴ്സറി പോകുമ്പോൾ ഇടണ ഡ്രസ്സും, ഒന്ന് വീട്ടിൽ നിന്ന് ഇടണ ഡ്രസ്സും, ഇത് പുതിയ ഡ്രസ്സ് ഇടണ അലമാര. അപ്പതാ നമ്മൾ ചായ കുടിക്കാണ്. നൈസ്പത്തിരിയും ഇന്നത്തെ മീൻകറിയും ഇന്നത്തെ സാമ്പാറും.
ചായ അടിക്കാ റസക്ക് എന്താ കറി? റസക്ക് പഞ്ചസാര കൂട്ടി തിന്നും. നമ്മള് മൂന്നാൾ താഴ്ത്തി ഇരുന്നിട്ടോ അടുക്കളയില്. ഇവിടെ ഇരുന്നിട്ട് ഞാൻ ചായ അടിക്കാം. നല്ല പെരുമഴയും പെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ അതാ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പൊ നേരം അങ്ങനെ വെച്ചിട്ട് സമയം എവിടെയാണ്? 9:30. എന്താണ് കറി ഉണ്ടാക്കാനും ചോറ് ഉണ്ടാക്കാനും പോവാണ്. നമ്മള് ചിക്കനാണ്. ചിക്കൻ കറിയും വെറും ചോറും ഉപ്പേരിയൊക്കെയാണ് നിൽക്കാൻ പോണത്. അപ്പൊ അമ്മ കറി ഉണ്ടാക്കുക. അപ്പൊ ഞാൻ പോയിട്ട് വൃത്തിയാക്കട്ടെ. റൂമൊക്കെ വൃത്തിയാക്കി എന്നിട്ട് അമ്മ അടുക്കളയിൽ കറി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വെച്ചിട്ട് തുടക്കൊക്കെ ചെയ്യും. ബെഡ്ഷീറ്റൊക്കെ മാറ്റണം. മഴ അതിനെക്കൊണ്ട് ബെഡ്ഷീറ്റ് ഒന്നും എത്ര കഴിട്ടാലും ഉണങ്ങില്ല. അപ്പം ഒരു ബെഡ്ഷീറ്റ് തന്നെ ഒരാഴ്ച ഒപ്പിക്കും, എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും. മഴ അതിനെക്കൊണ്ട് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ബെഡ്ഷീറ്റ് തന്നെ എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും അങ്ങനെ ഒപ്പിച്ചിട്ടാണ് ഇതാക്കും. പിന്നെ ഉണങ്ങി കിട്ടൂല. നമുക്ക് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റാം. വീട്ടിലൊക്കെ തന്നെയൊക്കെ അവസ്ഥ. മഴ അതിനെ കൊണ്ട് സൗണ്ട് നമുക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ ഇപ്പം കണ്ടോളി കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോ എന്താണ് രണ്ടാളും കൂടെ ഇവിടെ എല്ലാം കൂടെ എന്താണ് കാക്ക കുത്തര പറയൂ. ഇനിയിപ്പോ ഇവിടെ വൃത്തികേടാക്കിടും. ഞാൻ വൃത്തിയാക്കാനും ഒരു വൃത്തികേടാക്കാനും. ഇപ്പൊ നമ്മ പണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ അടിച്ചാലൊക്കെ കഴിഞ്ഞതാ തുടയ്ക്കാൻ പോകുന്നത്. അങ്ങനെ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി. അപ്പൊ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇവിടെ. ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാൻ പോവാണ് ഉമ്മ. നമ്മൾ മന്തി വെക്കണില്ലേ, മന്തിന്റെ ഇത് മാറ്റിയില്ലേ, അങ്ങനെ നെയ്ച്ചോറ്. അതാ നന്ദമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. തട്ടിട്ടിട്ടില്ല പറഞ്ഞിട്ട്. കണ്ടോ, നേരത്തെ വൃത്തിയാക്കിട്ട് പോയത് എല്ലാം കൂടെ ഇപ്പൊ കൊളാക്കാൻ തുടങ്ങുന്നുണ്ട്. കണ്ടോ, അങ്ങനെ ഞാൻ തുടക്കലും ഉമ്മ ചിക്കൻ കറി ആക്കലും. വെണ്ണിലേ അരി ചമ്മകേ നീ കൈ കഴുകിയോ പെണ്ണും കുട്ടിയെ, കഴി കഴുകിയോ പെണ്ണും കുട്ടിയെ, അബന്റെ മോളെ കൈ കഴുകിയോ. ഇന്ന് ഉമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തക്കാളി, ഇത്
ഏതോ മിക്സ് ഉള്ളി, പച്ചമുളക് ആൻഡ് ചെറിയുള്ളി ആൻഡ് കറിവേപ്പില. Making this girl, okay, this girl making something special today. I think nature goyum. Malabari nature goyana. My girl making. This one carrot. This one potato chops. This one molagi. Tenga nadumuri. Tenga charandiyadu. My mother. What today special? ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെ വഴറ്റിയത്. I asking what today special? ഒരു സ്പെഷ്യലും ഇല്ല. എന്താണ് ഉണ്ടാക്കുന്നതാണ് ചോദിച്ചത്. ബിരിയാണിയാണ്, മന്തി അല്ല, സാധാ നെയ്ച്ചോറ്. നെയ്ച്ചോറും കോഴിയുമാണ് നബീസ ഉണ്ടാക്കുന്നത്. മൈ മദർ, മൈ ഗേൾ, മൈ പ്രിൻസസ്. അതാ ഇതാ, ദിസ് ഈസ് മൈ വൈഫ്, ബ്യൂട്ടി ഓഫ് മൈ വൈഫ്. ഇതാണ് ദേഷ്യം പിടിക്കുന്ന വൈഫ്. ഇത് ഓളെ വായി ക്ലീനാക്കാൻ എടുത്തതാണ്. ഇത് ഓളെ വായി ക്ലീനാക്കാൻ എടുത്തതാണ്. പൈപ്പ് തുറന്നിട്ട് അത് അടി നിറഞ്ഞ് ഓവർഫ്ലോ ആകുന്നവരെ അവിടെ കിടക്കും. ഇതാണ് എന്റെ പാത്തൂസ്, റിസാ പാത്തുക്കുട്ടിയെ. ഉമ്മ ഇവിടെ എന്താ ലൈറ്റ് ടച്ച്? ഉമ്മന ഈ തട്ടത്തിൽ അങ്ങനെ ആരും കാണിച്ചാലോ. നബീസ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി കളിക്കുന്നു, ഫ്രിഡ്ജിന്റെ പുറത്തിറങ്ങി. ഇതാണ് നബീസ. ഇതാണ് നബീസയുടെ കോലം. ഇങ്ങനൊന്നും അല്ല കോലം, എന്നാലും കുറച്ച് കഴിഞ്ഞും വെടപ്പൊക്കെ ഉണ്ട്. ഇതിന്റെ റെസിപ്പിയാണ് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി. ഞാനിങ്ങനെ വെക്കല് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഒക്കെ ഇട്ട് വഴറ്റിയാണ്. ഇങ്ങനെ വഴറ്റിയാണ്. ഈ കറുപ്പ് കാണുന്ന നോൺസ്റ്റിക്കിന്റെ ഞാൻ അടിച്ച് വൃത്തിയാക്കിയിട്ട് നോൺസ്റ്റിക്കിന്റെ പാത്രമല്ലേ, അത് ക്ലബ് ഇട്ടിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഹോള് കട്ട് ചെയ്തോ പാത്രം ഒഴിവാക്കണ്ടെന്ന് വെച്ചിട്ട് പാത്രം ഇട്ടതാ. പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് വഴറ്റിയ എന്നിട്ട് ഇറച്ചി വെച്ചവിടെ വെക്കും. അങ്ങനെ ഞാൻ ചെയ്യല്. പിന്നെ ഇതിൻ്റെ മഞ്ഞളും മുളക് മല്ലി എന്നിട്ട് പിന്നെ എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ വഴറ്റിയെടുക്കും. പിന്നെ അതിൽ ലേശം തേങ്ങ വറുത്തരക്കും. ലേശം തേങ്ങ ഇങ്ങനെ വറുത്തിട്ട് അതിലെടുക്കും. അപ്പൊ വൃത്തിയോടായി കിടക്കുകയാണ് അടുക്കള. ഇതൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയാവും. അറിയില്ല, ഞാൻ അടുക്കള കയറിയാൽ ഇങ്ങനെ തന്നെ വൃത്തിയോടായി പോകും. തേങ്ങ അതിലിട്ട് ഇത് വറ വെച്ചിട്ട് വറുത്തിട്ട് അതിലില്ല. ഞാൻ 3-4 പാത്രം എടുക്കും. 1, 2, 3 പാത്രം ഞാൻ എടുക്കും ഇറച്ചി വെക്ക വെച്ചാൽ. ഇസമോള് കുളിച്ചല്ലോ, അബ്ബ കുളിച്ചാൻ പോവുകയാണല്ലോ. ഇസമോള് കുളിച്ചു, അബ്ബ കുളിച്ചാൻ പോവാണ്. ഇസമോള് കുളിച്ചു കേട്ടോ. ഇന്നത്തെ മോന്റെ നെയ്ച്ചോർ ആയിരിക്കും. അമേസിങ് അമേസിങ്. എന്റെ കൂട്ടിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് വീഡിയോ എടുക്കേണ്ടിട്ടേക്കും. എല്ലാരും ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പ്. അതിന്റെ സാധനങ്ങളാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് നെയ്ച്ചോറും ചിക്കൻ കറിയും നമ്മൾ തിന്നാണ്. എങ്ങനെയുണ്ട് ഉമ്മ? എങ്ങനെയുണ്ട്? തിന്നിട്ടും കൂടി ഇല്ല. രസല്ലേ? ഇങ്ങതാ തിന്നാൻ പോവാണ് നമ്മള്. ചോറൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നമ്മള് എല്ലാം എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ വീഡിയോ എടുക്കാനേ മറന്നുപോയി. ഇപ്പൊ വൈകുന്നേരം
വേറെ വീഡിയോ ഒക്കെ എടുത്ത് ഒക്കെ വരൂ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റിസ ബൈ പറയും. ബൈ പറയും. സപ്പോർട്ട് ചെയ്യണേ പറയും. സബ്സ്ക്രൈബ് ചെയ്യണേ പറയും. ലൈക്ക് ചെയ്യണേ പറയും. നമ്മളെ ലൈക്ക് ചെയ്യണേ. എന്നങ്ങനെ പറയാം. ലൈക്ക്. അസ്സലാമലൈക്കും പറയും. ഓക്കെ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ കാണാം ഇൻഷാ അല്ലാ. നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും കമന്റ് ചെയ്യണം. തീർച്ചയായും കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ അവര് പറഞ്ഞ പോലെ തന്നെ എന്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ബെൽ ബട്ടൺ പൊളിക്കുക. പിന്നെ വേറെ ഒന്നുമില്ല. ഇൻഷാ അല്ലാ. ബൈ.